അസ്സലാമുഅലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. ബ്രെഡും കിറ്റ്കാറ്റും വെച്ച് ചെയ്യുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സും ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ നമ്മൾ നോക്കിയിട്ട് എടുക്കണേ. ചില ബ്രെഡൊക്കെ നമ്മൾ കൈ കൊണ്ടൊന്ന് പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ബ്രെഡ് ഇല്ലേ, അപ്പോൾ ആ ഒരു ടൈപ്പ് ബ്രെഡ് നമ്മൾ ഇതിലേക്ക് എടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇനി ഓരോ ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു 4 വശവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് 4 സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇനി ഓരോ ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു 4 വശവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. ഈ ഒരു മുട്ട ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചുവിട്ടാണ്. ഇനി ഈ മുട്ടയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്താണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടി മാത്രമായിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് മൈദ മാവ് കുറച്ച് വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാടങ്ങ് ലൂസായി പോവാതെ ചെറിയൊരു കട്ടിക്ക് കേട്ടോ. ഈ ഒരു മുട്ടയൊക്കെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു കട്ടിയില്ലേ, ആ ഒരു കട്ടിക്ക് മൈദ മാവ് പാലിലോ വെള്ളത്തിലോ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ മുട്ട നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ മുട്ട ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിട്ട് നിങ്ങളുടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ചെറിയ തേങ്ങ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതുപോലെ നല്ല വൈറ്റ് കളറിൽ കിട്ടണമെങ്കിൽ നമ്മൾ തേങ്ങ പൂളി എടുത്തിട്ട് ആ ഒരു തേങ്ങയുടെ മുകളിലുള്ള ഒരു ബ്രൗൺ സ്കിൻ അങ്ങ് കളഞ്ഞേക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. തീ നമ്മൾ കുറച്ചിട്ടിട്ട് വേണം ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഇത്. 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ചേരുവയാണ് കിറ്റ്കാറ്റ്. 41 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് കിറ്റ്കാറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൽ നിന്ന് ഒരു 6 പീസ് എടുക്കുന്നുള്ളൂ. ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഓരോ പീസും ഒന്ന് പൊട്ടിച്ച് വെക്കാം ഇതുപോലെ. അപ്പോൾ ഒരു 6 പീസ് കിറ്റ്കാറ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം കട്ടി കുറച്ചിട്ട് തന്നെ നമ്മൾ പരത്തിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണമെന്ന്. ഇതുപോലെ നമ്മൾ പരത്തിയിട്ടെടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ബ്രെഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുത്താലാണ് നമുക്ക് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല പോലെ തന്നെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ മടക്കി എടുക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 4 സൈഡ് ഞാൻ കുറച്ച് പാലൊന്ന് ഇതുപോലെ തൂത്ത് കൊടുക്കുകയാണ്. തിളപ്പിച്ചറിയ പാലാണ് കേട്ടോ. പാലിന് പകരമായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒന്ന് ചെറുതായിട്ട് തൂത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1-2 ടീസ്പൂൺ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം സെൻറ്ററിലായിട്ട് തന്നെ ഒരു പീസ് നമുക്ക് കിറ്റ്കാറ്റും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ചെറിയതായിട്ടൊന്ന് മടക്കി കൊണ്ടുവന്നിട്ട് ഈ ഒരു സൈഡൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നനവ് കുറവുണ്ടെങ്കിൽ പാല് കുറച്ചും കൂടെ എടുത്തിട്ട് നല്ല പോലെ തന്നെ വിട്ടുപോകാതെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഓരോ ബ്രെഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം സൈഡെല്ലാം പാലൊന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആദ്യം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഓരോ പീസ് കിറ്റ്കാറ്റും കൂടെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മടക്കി എടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ബ്രെഡും പരത്തി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ബ്രെഡെല്ലാം തന്നെ പരത്തി ഞാൻ അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഇതിപ്പോൾ ഞാൻ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബ്രെഡ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ ഈ ഒരു 4 സൈഡും കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസില്ലേ, ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. പൊടിച്ചതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം. ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും എടുത്തിട്ട് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ടാകുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഓരോന്നും എടുത്തിട്ട് ആദ്യം ഒരു മുട്ടയിലൊന്ന് നന്നായിട്ട് മുക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, എല്ലാത്തിലും തന്നെ ഞാൻ ബ്രെഡ് ക്രംസ് ആക്കി കൊടുത്തിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ നമ്മളിതൊരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് പൊരിക്കുകയാണെങ്കിൽ ഈ ഒരു സ്നാക്സ് മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന ഏതൊരു സ്നാക്സ് ആണെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് പൊരിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അത് എണ്ണ കുടിക്കത്തില്ല. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് എടുക്കുകയാണ്. ഇത് ഓരോന്നും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ തീ നമ്മൾ ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കാതിരിക്കുക കേട്ടോ. ഒരുപാട് തീ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കരിഞ്ഞും പോകും. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമുക്കങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 എണ്ണം കൂടെ നമുക്കങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡും കിറ്റ്കാറ്റും വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ഇതുപോലെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിറ്റ്കാറ്റും ഒക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോ ആരെങ്കിലും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.